ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൈലൈറ്റ് മാൾ കാണാനായിട്ട് പോയേക്കുവാണ്. ഞാൻ തൃശ്ശൂർകാരിയാണ്, കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കുട്ടനെല്ലൂരുള്ള ഹൈലൈറ്റ് മാളിലേക്കാണ് ഞാൻ പോയത്. ഞാൻ മാത്രമല്ല, നമ്മുടെ വീട്ടുകാരെല്ലാവരും കൂടിയിട്ടാണ് പോയത്. നമ്മുടെ വീട്ടിലേക്കല്ല, നമ്മൾ ഓൾറെഡി നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏട്ടൻ്റെ ചേച്ചിയും പിള്ളേരും വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ദുബായിൽ നിന്ന് വന്നേക്കുന്നതാണ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഫസ്റ്റ് പർച്ചേസിങ്ങിലേക്ക് തന്നെ കയറി. ഫസ്റ്റ് നമ്മൾ ഈസി ബൈയിലേക്കാണ് കയറിയത് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് കുറേ അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഈസി ബൈയിൽ കുറേ വെറൈറ്റി ഓഫ് ഡ്രസ്സസ് ഉണ്ടെന്ന്. അങ്ങനെ ഞാനീ നടന്ന് നമ്മുടെ വെറൈറ്റിയുള്ള ഡ്രസ്സസ്, ഫസ്റ്റിൽ നമുക്ക് ബോയ്സിൻ്റെ സെക്ഷനാണ്, കുട്ടികളുടേതായിട്ടുള്ള സെക്ഷൻസൊക്കെയാണ് ഫസ്റ്റിൽ നമ്മൾ കയറിയത്. നമ്മൾ എല്ലാതും ഒന്ന് ചുറ്റി കണ്ടു. അന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാമായിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് വരുമായിരിക്കും അല്ലേ? എനിക്ക് നന്നായിട്ട് രൂപ 699 നല്ല ഫാൻസി ആയിട്ടുള്ള ഐറ്റംസുകളാണ്. പർച്ചേസിങ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ് ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മമ്മി എന്താ പറയുക, ഓരോ ഡ്രസ്സുകൾ വെറൈറ്റി ഓഫ് ഡ്രസ്സസ് ആണല്ലോ. അപ്പോൾ ഏതാ എടുക്കേണ്ടതെന്നുള്ള മൊത്തം കൺഫ്യൂഷനിലായിരുന്നു. കുറച്ച് നേരം ഇവിടെ നോക്കും, കുറച്ച് നേരം അവിടെ നോക്കും, അങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ പരത്തി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം മമ്മി ഏത് സമയത്തും വീട്ടിലിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രത്യേക ഒരു ആവേശമല്ലേ, അതായിരുന്നു ശരിക്കും മമ്മിയുടെ മുഖത്ത് കാണാനുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പർച്ചേസിങ്ങൊക്കെ ഈസി ബൈയിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമ്മൾ ബില്ലൊക്കെ ചെയ്ത് പുറത്തോട്ട് പോകാനാണ്. ഇപ്പോൾ ഒരു സെക്ഷനിൽ നമുക്ക് ലേഡീസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഒരു സെക്ഷനിൽ ജെൻസിൻ്റെ ആണ് കേട്ടോ. ഒരു വൈഡ് വെറൈറ്റി ഓഫ് ഷർട്ട്സ് ആണുള്ളത്. പല XXL തൊട്ട് എല്ലാ സൈസിലുള്ളതും ഉണ്ട്. അതാണ് നമ്മൾ പർച്ചേസിങ്. അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ചു വരുവാണ്. ഇത് നമ്മൾ കയറിയത് സ്റ്റൈൽ യൂണിയനിലാണ് കേട്ടോ. അവിടെയും ഇതേപോലെ തന്നെയാണ്, വെറൈറ്റി ഓഫ് ഡ്രസ്സാണ്. എൻ്റെ കുട്ടിപ്പട്ടാളത്തിന് വേണ്ടിയിട്ട് ഡ്രസ്സ് വാങ്ങിക്കാനായിട്ട് ഞാൻ മാക്സാണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ മാക്സിലേക്കാണ് പിന്നെ ഞാൻ കയറിയത്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഡ്രസ്സസ് ഉണ്ട്. പക്ഷേ എനിക്ക് അംബ്രൂസിനെക്കാട്ടിയും, അതായത് ബോയ്സിന് ഇടാൻ പറ്റിയ ഡ്രസ്സിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കുഞ്ഞ് പെൺകുട്ടികളുടെ ഡ്രസ്സാണ് കേട്ടോ. ഒരുപാട് ഡ്രസ്സസ് ഉണ്ടായിരുന്നു.
നമ്മുടെ സ്ത്രീകളുടെ പൊതുവായൊരു സ്വഭാവമാണ് ഏത് ഡ്രസ്സ് കണ്ടാലും നമുക്കത് ഇഷ്ടപ്പെടും. അപ്പോൾ മമ്മിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. മമ്മി കാണുന്ന എല്ലാ ഡ്രസ്സുകളും ഇഷ്ടപ്പെട്ട എല്ലാ ഡ്രസ്സും എടുക്കും. എന്നിട്ട് അതിൻ്റെ പ്രൈസ് ടാഗ് നോക്കും. അയ്യോ വലിയ പ്രൈസ് ആയതുകൊണ്ട് ആൾ അവിടെ തിരിച്ച് വയ്ക്കും. അങ്ങനെയായിരുന്നു. അതുപോലെയായിരുന്നു. കാരണം നമുക്ക് എല്ലാ ഡ്രസ്സും ഇഷ്ടപ്പെടും. അതുപോലെ നല്ല വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷനാണ് മാക്സിൽ ഉണ്ടായിരുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു. മാക്സിൽ ഒരുപാട് ഡ്രസ്സസ് ഉണ്ടായിരുന്നു. ലോങ് കുർത്തി ആയാലും ഷോർട്ട് കുർത്തി ആയാലും ഒരുപാടുണ്ടായിരുന്നു. നമുക്ക് ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നമുക്ക് ചീപ്പസ്റ്റ് ആയിട്ടുള്ള റേറ്റിന് നമുക്ക് കിട്ടും കേട്ടോ. ഒരു 999. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് 999 ആണ്. 999 അല്ല, 399 ആണ് അതിന്. ഈ 399ൻ്റെ 2 ടോപ്പ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ടോപ്പാണിത്. ഹൈലൈറ്റ് മാളിൽ പോയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇതാണ് കേട്ടോ, നമ്മുടെ മസാജിങ് സെൻറ്റർ എന്ന് തന്നെയാണോ പറയുന്നത് എനിക്കറിയില്ല. പക്ഷേ മസാജ് ചെയ്യുന്ന സ്ഥലം. ഞാൻ എന്തിനാണ് അവിടെ ഓടിപ്പോയി കയറിയിരുന്നതെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. കണ്ടു, ഞാൻ ഓടിപ്പോയി അതിൽ കയറിയിരുന്നു. അതാണ് ഉണ്ടായിരുന്നത്. ഇതെങ്ങനെയാണ്, എത്ര വയസ്സുള്ളവർക്ക് ചെയ്യാൻ പറ്റുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചില്ല. പക്ഷേ നല്ലൊരു 10 മിനിറ്റാണ്. 10 മിനിറ്റിന് 100 രൂപ അങ്ങനെയാണ് അതിൻ്റെ പൈസ വരുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെവിയിൽ നമ്മുടെ കമ്മലുണ്ടല്ലോ, അപ്പോൾ കമ്മലൊക്കെ ഇങ്ങനെ ഈ സാധനം വന്നിങ്ങനെ ടൈറ്റ് ആകുമ്പോൾ ആ കമ്മൽ വന്നിട്ട് ഇങ്ങനെ മുറുകുന്നുണ്ടായിരുന്നു. അതുപോലെ ഞാൻ കാലിൽ പാദസരം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കാലിൻ്റെ അവിടെയും വന്നിട്ട് ഈ സാധനം ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ സക്ക് ചെയ്യും നമ്മൾ. ആ സമയത്ത് ഈ പാദസരം വന്നിട്ട് ഇങ്ങനെ കൂട്ടി ഉരസിയിട്ട് ഒരു ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. ബാക്കി എല്ലാ സംഭവവും വളരെ നന്നായിരുന്നു. നമുക്കൊരു 10 മിനിറ്റ് നമ്മൾ ഏതോ ഒരു ലോകത്തേക്ക് പോകും. അങ്ങനെയായിരുന്നു. നന്നായിട്ട് റിലാക്സ് ചെയ്ത് കൂൾ ആൻഡ് കാമായിട്ട് നമുക്ക് ആ ഒരു 10 മിനിറ്റ് നമുക്ക് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഈ വീഡിയോ കണ്ടതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇവിടെയുള്ള എന്താ പറയുക, എല്ലാവരും എന്നെക്കാളും നല്ല ഏജുള്ള ആളുകളാണ്. ഓൾമോസ്റ്റ് കുറച്ച് പ്രായമായിട്ടുള്ള ആളുകളാണ് ഈ മസാജിങ് സെൻറ്റർ ചൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ എന്തിനാ അതിൽ പോയിരുന്നതെന്ന് എനിക്ക് ഒരു പിടുത്തമില്ലായിരുന്നു കേട്ടോ. ഇതിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു പ്രത്യേക ഒരു വൈബിലായിരുന്നു. അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നില്ല. ഇനിയും നമുക്ക് നല്ല വിശേഷങ്ങളുണ്ട്. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണേ.